Hi all, good morning and welcome back. അപ്പോൾ നമ്മൾ ഇന്നലെ ഫോറൻസിക് സൈക്കോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഫോറൻസിക് സൈക്കോളജി. ഫോറൻസിക് സൈക്കോളജിയുടെ സ്റ്റഡി പ്ലാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നേച്ചർ ആൻഡ് സ്കോപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോകുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഫോറൻസിക് സൈക്കോളജി ആണ് കേട്ടോ. The word forensic originated from a Latin word forensis, that mean of the forum. കേട്ടോ, വേർഡ് ഫോറൻസിക് ഒറിജിനേറ്റ് ചെയ്തത് ലാറ്റിൻ വേർഡ് ആയിട്ട് ഫോറൻസിസ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഫോറം എന്ന്. ഇറ്റ് മെയിൻലി റെഫർ ടു എ പ്ലേസ് where disputes were resolved. കണ്ടോ, ഡിസ്പ്യൂട്ട്സ് റിസോൾവ്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫോറം. ഈ ഫോറം ലാറ്റിൻ വേർഡ് ആണ്. അതായത് പ്രശ്നപരിഹാര സ്ഥലത്തിന് ലാറ്റിനിൽ പറയുന്ന പേരാണ് ഫോറം. ഈ ഫോറത്തിൽ നിന്നാണ് ഫോറൻസിസ് അല്ലെങ്കിൽ ഫോറൻസിക് സംതിങ് റിലേറ്റഡ് സിമിലർ ടു കോർട്ട് ഇൻ ദ പ്രസന്റ് ഡേ. കേട്ടോ, ഇപ്പോഴത്തെ കോർട്ട് പോലെ ഉള്ള ഒരു പ്ലേസിനെയാണ് ഈ ഫോറൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഫോറൻസിസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഫോറൻസിക് എന്ന വേർഡ് എന്നാണ്. A simple way in which forensic psychology can be described is as application of principles of psychology to legal. എന്താണ് ഫോറൻസിക് സൈക്കോളജി? സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. സിമ്പിൾ ആയിട്ട് ഫോറൻസിക് സൈക്കോളജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഫോറൻസിക് സൈക്കോളജി സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ലീഗൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച്. Many people confuse forensic psychology with the forensic science. Although the two are closely related, there are many differences. പല ആളുകൾക്ക് ഫോറൻസിക് സയൻസും ഫോറൻസിക് സൈക്കോളജിയും ഒന്നാണെന്ന് തോന്നും. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നില്ലേ, DNA ടെസ്റ്റ് ചെയ്യുന്ന, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കോൺവെർസേഷനിൽ വന്നത്. അപ്പൊ പല ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഫോറൻസിക് സൈക്കോളജിയും ഫോറൻസിക് സയൻസും ഒന്നാണെന്ന്. കുറച്ച് സാമ്യതകൾ അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, സാമ്യതകളല്ല, ക്ലോസ്ലി റിലേറ്റഡ് ആണെങ്കിലും രണ്ടിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. The primary distance is that while forensic scientists are in a business of applying chemical and biological science to law enforcement, national security, defense or intelligence work, forensic psychologists delve into psychological perspective of human behavior and apply them to legal systems. But forensic scientists കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സയൻസ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, DNA, ഫിംഗർ പ്രിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോറൻസിക് സയന്റിസ്റ്റ് ചെയ്യുമെങ്കിൽ സൈക്കോളജിയുടെ പ്രിൻസിപ്പൽ സൈക്കോളജിക്കൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ പെർസ്പെക്റ്റീവ് ലീഗൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഫോറൻസിക് സൈക്കോളജി. രണ്ടും രണ്ടാണ്. അതായത് ഫോറൻസിക് സയൻസ് എന്താ ചെയ്യുന്നത്? ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ സയൻസ് ലീഗൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്താ? ഹ്യൂമൻ ബിഹേവിയറിന്റെ കാര്യങ്ങള് എവിടെ അപ്ലൈ ചെയ്യുന്നു? ലീഗൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നു. രണ്ടാണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻ ആസ് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ടു ക്രിമിനൽ ആൻഡ് സിവിൽ ജസ്റ്റിസ് സിസ്റ്റം. കണ്ടോ, സൈക്കോളജി അപ്ലൈ ചെയ്യാനുണ്ട് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് 3 parts. ഇനി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ആരൊക്കെയാണത്? പോലീസ്, കോർട്ട്, പ്രിസൺ. ഇതിലൊക്കെ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന സൈക്കോളജിയുടെ വിഭാഗമാണ് ഫോറൻസിക് സൈക്കോളജി. ഈ പാരഗ്രാഫ് കൂടി പറഞ്ഞു തരാണ്. ഈ ഫോറൻസിക് എന്ന വേർഡ് ഫോറൻസിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ഫോറൻസിസിന്റെ മീനിങ് എന്താണ്? ഒരു പ്രശ്ന പരിഹാരം, അതായത് ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്ന ചിലയാണ്. ഇന്നത്തെ തോട്ട് പോലെ ആ വാക്കിൽ നിന്നാണ് ഫോറൻസിക് സൈക്കോളജി എന്ന പദം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോറൻസിക് എന്ന പദം വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ വേ ഫോറൻസിക് സൈക്കോളജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് ലീഗൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുക എന്നതാണ്. കുറെ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ള എന്താ വെച്ചാൽ ഫോറൻസിക് സൈക്കോളജി ഫോറൻസിക് സയൻസും ഒന്നാണോ എന്നുള്ളത്. അവർ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സയൻസ് ലോയിലും നാഷണൽ സെക്യൂരിറ്റിയിലും അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി അപ്ലൈ ചെയ്യുന്ന ലീഗൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫോറൻസിക് സൈക്കോളജി. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ഒരുപാട് ഡെഫിനിഷൻസ് ഒന്നും അങ്ങനെ വാരി വലിച്ച് പഠിക്കേണ്ട. വാക്കർ ആൻഡ് ഷിപ്പാരോ define forensic psychology as the study that involves integration of psychology and law. സൈക്കോളജിയും ലോയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വിഭാഗത്തിനെയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് വാക്കർ ആൻഡ് ഷിപ്പാരോ. ഈ ഡെഫിനിഷൻ എന്തായാലും വേണം കേട്ടോ. Thus, the two fields, that is psychology, which can be described as empirical and systematic study of human behavior, is merged or integrated with the law that can be described as study of how individuals rules themselves in social settings. കേട്ടോ, രണ്ട് ഫീൽഡ് ഒന്നിച്ച് ചേരാണ്. എങ്ങനെ? സൈക്കോളജി എന്താണ്? പിന്നെ എംപെരിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യന്റെ ബിഹേവിയറിനെ പഠിക്കുന്ന, മനുഷ്യ മനസ്സിനെ പഠിക്കുന്ന സൈക്കോളജിയെ ഒരു സോഷ്യൽ സെറ്റിംഗ്സിലെ റൂള്, അതാണ് ലോയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫോറൻസിക് സൈക്കോളജി, അതായത് സൈക്കോളജിയും ലോയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതാണ് വോക്സ് ആൻഡ് ഷിപ്പാരോ പറഞ്ഞിരുന്നത്. രണ്ടാമത് ഡെഫിനിഷൻ, ഇഷ്ടമുള്ള ഡെഫിനിഷൻ എടുക്കാട്ടോ. ഞാൻ വോക്കർ ആൻഡ് ഷിപ്പാരോനെയാണ് സജസ്റ്റ് ചെയ്തത്. പൊലീസി ആൻഡ് ഡ്രേപ്പർ സ്റ്റേറ്റഡ് ദാറ്റ് forensic psychology attempt to provide expert opinion and explanation based on established knowledge within the discipline of psychology as is related to the topics of criminal law, family law, and civil liability law. ക്രിമിനൽ, ഫാമിലി, സിവിൽ ലയബിലിറ്റി ലോയിലൊക്കെ സൈക്കോളജിയുടെ ഡിസിപ്ലിൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വാക്കർ ആൻഡ് ഷിപ്പാരോന്റെ ഡെഫിനിഷനാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്? ഇന്റഗ്രേഷൻ ഓഫ് സൈക്കോളജി ആൻഡ് ലോ, മനുഷ്യ മനസ്സിന് ശാസ്ത്രീയമായി പഠിക്കുന്ന വിഭാഗത്തെ ലോയുമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഫോറൻസിക് സൈക്കോളജി. ഓക്കെ ആണോ? നോക്കിക്കേ, forensic psychology is a professional practice by any psychologist working with any subdiscipline of psychology. For example, clinical, developmental, social, cognitive ഒക്കെ പഠിച്ചവർക്കും ഫോറൻസിക്കിൽ വർക്ക് ചെയ്യാം. When applying the scientific, technical or specialized knowledge of psychology to the law to assist in addressing legal, contractual and administrative matters. കേട്ടോ, സയന്റിഫിക്, ടെക്നിക്കൽ ആയിട്ട് സൈക്കോളജിയുടെ ലോ നമ്മൾ എവിടെ കൊണ്ടിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? ലോയുമായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോറൻസിക് സൈക്കോളജി ഇസ് ദ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ സൈക്കോളജി ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ക്രിമിനൽ ലോ, അതായത് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ക്രിമിനൽ ലോയും മനസ്സിലാക്കണം. ഇൻ റെലവന്റ് jurisdictions in order to be able to interact appropriately with the judge, attorneys and legal professionals. അതായത് ഫോറൻസിക് സൈക്കോളജിസ്റ്റിന് ജഡ്ജിനോടും അറ്റോർണീസിനോടും ലീഗൽ പ്രൊഫഷണൽസിനോടും ഒക്കെ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് അയാൾ ആ റെലവെന്റ് ആയിട്ടുള്ള റൂൾസ് കൂടി പഠിക്കും. ഇപ്പോ സൈക്കോളജിയുടെ ഇന്റേൺഷിപ്പ് ചെയ്തവരാരെങ്കിലും ഇതിലുണ്ടോ? അവർക്കറിയാം, നമ്മളിവിടെ ഫാമിലി ലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്. സോ എനിക്ക് ഫാമിലി ലോ അറിഞ്ഞിരിക്കലും ഭയങ്കര നിർബന്ധമാണ്. എന്നാൽ മാത്രമേ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ റീസെന്റ് ഞാനൊരു കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടും കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കും. കേസ് ഇതാണ്. ഒരു ലേഡി വന്ന് 10 വർഷമായിട്ട് വിവാഹിതയാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞു. 9 വർഷമായിട്ട് ഹസ്ബൻഡ് ഡ്രഗ് അബ്യൂസ് സസ്പെക്ട് ചെയ്ത് 5 വർഷമായിട്ട് എന്തായാലും ആളിത് യൂസ് ചെയ്തിട്ട് സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. പെഡ് കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഡ്രഗ് ഈ സ്ത്രീക്ക് കിട്ടുകയോളം ചെയ്തിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഡ്രഗ് കിട്ടിയ സമയത്ത് അമ്മായിമ്മ പറഞ്ഞു, അടുപ്പിലിട്ടേക്ക്, ഇത് അവൻ പ്രശ്നമായി, അവൻ എന്നെ കല്യാണത്തിന് വിടില്ല എന്നാണ്. അപ്പൊ അത്രയാണ്. ഇപ്പൊ പുള്ളിക്കാരി പിടങ്ങി വന്നിരിക്കുകയാണ്. അതായത് ഫിസിക്കൽ അബ്യൂസ്, കൈകൊണ്ട് കണ്ണിന് കുത്തിയിട്ട് കണ്ണാകെ മുട്ട. ഇവിടെ അവരുടെ മഹല്ല് കമ്മിറ്റിയിലെ മധ്യസ്ഥ ചർച്ചയിൽ അവരെങ്ങനെയെങ്കിലും ഇണക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ എന്നെ വിളിച്ച് ഇങ്ങനെ നിരന്തരം നിങ്ങൾ ഹസ്ബൻഡിനെ കൂടെ കൗൺസിൽ ചെയ്യോ, ഹസ്ബൻഡിനെ കൂടെ കൗൺസിൽ ചെയ്യോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം ഇത് ഡൊമസ്റ്റിക് വയലൻസ്, ഡ്രഗ് അബ്യൂസ് സസ്പെക്ഷൻ, അതുപോലെ തന്നെ ഡ്രഗ് പെഡലിംഗ്, അലിഗേഷൻ ഒക്കെ ഉള്ളതാണ്. അതുപോലെ ആൾക്ക് ഇൻസൈറ്റ് ഇല്ലാത്തതാണ്. എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് എത്തിക്കലി നമുക്ക് ബുദ്ധിമുട്ടാണ്. ലീഗലി പോകും, അത്
പ്രശ്നമായിട്ട് വരുന്നതാണ്. കാരണം ഇതൊരു ക്രിമിനൽ കേസ്, അതായത് ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള ഒഫൻസ് നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ആ വിക്ടിം എനിക്ക് ഹാൻഡ് റിട്ടനായിട്ട് അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്ക് ഒക്കെ അറിയാൻ എനിക്ക് എഴുതി തന്നിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അബ്യൂസ് ഒക്കെ ഈ പറഞ്ഞ പോലെ എലിഗേഷൻ ആണെന്ന് പറയാം. പക്ഷെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങള് വിറ്റ്നസ് ആണ്. കുഞ്ഞുങ്ങള് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ആൾക്ക് അടി കിട്ടിയത് എന്നുള്ളത്. സോ ഇത് ക്രിമിനൽ രീതിയിൽ പോകുന്നതാണ്. ഞാൻ അവരോട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന കേസ് കൊടുക്കാൻ. അതെന്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആണ്. അതെനിക്ക് എന്തറിയുന്നത് കൊണ്ടാണ് ഫാമിലി ഇരുന്ന് പഠിച്ചതാണ്. അതിപ്പോ ഞാൻ എന്റെ സ്റ്റുഡൻസിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഫാമിലി സിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ അതായത് റെലവെന്റ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ടും ഇവിടെ ഇന്റേൺഷിപ്പിന് വന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒന്ന് ചൈൽഡ് വുമൺ ലോസും, രണ്ടാമത്തെ ഫാമിലിയുമായിട്ട് അതായത് ഡൊമസ്റ്റിക് വയലൻസിന്റെ ലോസ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് എനിക്കത് അറിഞ്ഞാൽ മതി. കാരണം ഫോറൻസിക് സൈക്കോളജിയില്ല, എനിക്ക് ഗൈഡ് ചെയ്യാവുന്നത് ഒന്ന് മൈനർ ആയിട്ടുള്ള കുട്ടി അബ്യൂസ് ആയത്, അത് 18 വയസ്സിൽ താഴെ ഫിസിക്കലി മെന്റലി ഇമോഷണലി അബ്യൂസ് ആയാലും അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയണം. രണ്ടാമത്തെ കാര്യം ഇത് പറയുന്നത് മേജർ ആയിട്ടുള്ള നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അവരെ ഗൈഡ് ചെയ്യണം ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ സ്ത്രീക്ക് എന്റെ ക്ലൈന്റിന് കറക്റ്റ് പറഞ്ഞു എവിടെയൊക്കെ എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ രീതിയിൽ കേസ് കൊടുക്കണം, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയുക മനുഷ്യല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ റെലവെന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുതന്നെ ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അതായത് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സൈക്കോളജി ആണ് ഫോറൻസിക് സൈക്കോളജി എന്നത് കൊണ്ട് തന്നെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്ക് ക്രിമിനൽ ലോസ് അപ്രോപ്രിയേറ്റ്ലി അറിഞ്ഞിരിക്കുന്ന മാത്രം ജഡ്ജുമായിട്ടും അട്രോണീസുമായിട്ടും ലീഗൽ പ്രൊഫഷണൽസുമായിട്ടും ഒക്കെ സംവദിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആരും പറയും നമ്മളിങ്ങനെ ഇരുന്നതാണ്, നമുക്ക് എന്താ. ഇപ്പൊ അവരുടെ ഫാദർ നാട്ടിലില്ല, സോറി അവരുടെ ഫാദർ മരിച്ചു പോയതാണ്, ബ്രദർ നാട്ടിലില്ല. ഇപ്പൊ ബ്രദറിന് ഞാൻ ഇവിടുന്ന് മെയിൽ അയക്കുകയാണ് അവരോട് അബ്രോഡിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് കേസ് ഫയൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് എന്താണ്, കാരണം 40-45 പവന്റെ സ്വർണം ഇവര് കൈപ്പറ്റി പോയി ഭർത്താവിന്റെ ആൾക്കാർ. അപ്പൊ ഇത് കേസായാൽ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രയും ഒരു ഭീകര എമൗണ്ട് ആണ് ഇപ്പം 1,00,000 സംതിങ് ഒരു പവൻ ഇരിക്കുന്നു വരുന്നത്. അത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ വരെ നന്നായിട്ട് ഈ പള്ളിക്കമ്മീഷൻ ഞാൻ അവരെ വിളിച്ചിട്ട് അവസാനം എനിക്ക് ചീത്ത പോലെ പറയേണ്ടി വരും, നിങ്ങൾ എന്താ പറയുന്നത്, ഇതൊരു ക്രിമിനൽ കേസാണ്. ഞാൻ ചോദിക്കുന്നുണ്ട്, ആള് തന്നേത് പറഞ്ഞില്ലേ പറഞ്ഞു, ആള് തെളിവൊക്കെ നാട്ടിൽ പറയുന്നുണ്ട്, ആള് ഡ്രഗ് കച്ചവടം ചെയ്യില്ല, അതൊക്കെ പക്ഷേ കൂട്ടി യോജിപ്പിക്കും. എനിക്കിതിന്റെ റെലവൻസ് മനസ്സിലാവും. ഞാൻ ഒരു സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല. അയാൾ ഈ സ്ത്രീയെ എന്തെങ്കിലും കയറി ഉപദ്രവിച്ച് കൊല്ലുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചു, ഈ സിന്തറ്റിക് ഡ്രഗ് ആണെന്നുള്ളത് ബ്ലഡിൽ നേരെ പോയി ലയിക്കുകയാണ് ചെയ്യാം. ആ ലയിക്കുന്ന ആൾക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല. നിങ്ങള് കുറച്ചു കാലം മുന്നേ ഡോക്ടർ വന്ദനനെ ഒരാള് കൊലപ്പെടുത്തിയ കേസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്ദന ഒരു അച്ഛൻ്റെ ഏക മകളാണ്. അതെ, കേട്ടിട്ടുണ്ടായിരുന്നു. യെസ്, ആ വന്ദനയോട് ആ കൊന്ന ആൾക്ക് പൂർവ്വ വൈരാഗ്യം ഒന്നും ഉണ്ടെങ്കിൽ അയാൾ ഡ്രഗ് അബ്യൂസറാണ്. അയാൾക്ക് ഹാലൂസിനേറ്റ് ചെയ്ത വന്ദന എന്തോ ചെയ്യുന്ന പോലെ ഒക്കെ ഹാലൂസിനേഷൻ വന്നതാണ്. അങ്ങനെയാണ് ആ ഒരു ജീവൻ പൊലിഞ്ഞു പോയത്. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോ ഇങ്ങനെയുള്ള ഒരാളടുത്തേക്ക് എങ്ങനെയൊക്കെ മീഡിയേറ്റ് ചെയ്ത് പറഞ്ഞയക്കാൻ തോന്നുന്നത് നമ്മുടെ സിസ്റ്റം മോശമായിട്ടാണ്. അതായത് ഭാര്യയും ഭർത്താവ് പിരിയരുത് എന്നൊരു സാധനം കൊണ്ടാണ്. പിരിയേണ്ട കാര്യമാണ്, പിരി തന്നെ വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാഗം വളരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ എത്തിക്കലി ചെയ്യൂല, അങ്ങനെ ഒരു കാരണവശാലും വിളിക്കൂല. അപ്പൊ അവള് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് പേടിയാണ് ആള് ക്രിമിനൽ അല്ലേ, പേടിയുണ്ട്. കാരണം അയാൾ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് ചെയ്ത് അയാൾ എന്തെങ്കിലും ചെയ്ത് അയാൾക്ക് നിയമത്തിന്റെ പരീക്ഷ കിട്ടും. അതായത് എന്താണ്, മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരാള് എന്നെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ് തന്നെയാണ്. പക്ഷെ ആ പേടിയൊന്നും എനിക്കില്ല കേട്ടോ. ഞമ്മ പേടിക്കണ്ടേന്ന് ചോദിച്ചു. പേടിക്കണ്ടേ? അയാൾക്ക് ഇൻസൈറ്റ് ഇല്ല. അപ്പോ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് നമ്മളടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്,
ഇങ്ങനെ പറയുന്ന കാര്യം കുട്ടികളുടെ സ്ത്രീക്ക് താല്പര്യമില്ല എന്നാണ് നമ്മൾ അവരെ വെച്ച് മീഡിയേഷൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കുക. നമ്മൾ അവരെ ഇപ്പൊ വനിതാ ശിശു വികസന വകുപ്പ് കേരള ഗവൺമെന്റിന്റെ കീഴിലുണ്ട്, അവരുടെ സഹായം തേടാം. ലോ ആണ് നമ്മൾ പറഞ്ഞ് കൊടുക്കേണ്ടത്. അപ്പൊ an important aspect of forensic psychology is the ability to testify in court, reformulating psychological finding into legal language of the courtroom, providing information to legal person in a way that can be understood. അതായത് ഫോറൻസിക് സൈക്കോളജി പുറം നാട്ടിലൊക്കെ അവിടെ നമ്മൾ വിചാരണ സമയത്ത് ജഡ്ജും പ്രതിയും വക്കീലന്മാരൊക്കെ വിചാരണ സമയമല്ലേ, ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഇയാൾ എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ. അതായത് പുറത്തൊക്കെ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പരോള് കൊടുക്കണോ, ജാമ്യം കൊടുക്കണോ, അതായത് ഇയാൾ ഇനി മൊത്തം എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇയാളുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് കോർട്ടിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കൂടി ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് ആര്, ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. Further, in order to be credible witness, the forensic psychologist must understand the philosophy, rules and standard of the judicial system. അതായത് ഒരു credible witness ആവണമെങ്കിലും ആ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ കാര്യങ്ങളും ലോസും ഒക്കെ അതത് നാട്ടിലെ, ഇപ്പൊ ഞാൻ ഇവിടെ ആണെങ്കിൽ ഭാരത നിയമ സംഹിത BNS കാര്യങ്ങളാണ്. പണ്ടാണെങ്കിൽ IPS ആയിരുന്നു, ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു, IPC പീനൽ കോഡ് ആയിരുന്നു. ഇപ്പൊ ഭാരത നിയമ സംഹിതയുടെ കാര്യങ്ങൾ അത് ലോ, ഫാമിലിയും വുമൻ ആ സാധ്യതയ്ക്കും. ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ ക്രിമിനൽ ലോസ് അറിയുന്നു, എന്നാൽ മാത്രമാണ് എക്സ്പേർട്ട് വിറ്റ്നസ് ആവാൻ പറ്റുക, കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ലോയുമായിട്ട് ബന്ധം ആരണം ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വേണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? Question asked by the court to a forensic psychologist are generally not questions regarding psychology, but are legal questions and response must be in a language of court understand. And ഇപ്പൊ കോടതിയിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റോ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളല്ല, ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങൾ. സോ ലീഗലി ആണ് നമ്മൾ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് കോർട്ടിൽ സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് frequently appointed by court witnesses a defense competency to stand in trial. കണ്ടോ, അതായത് വിചാരണയ്ക്ക്, അതായത് ഇപ്പോ കൊലപാതകം ചെയ്ത ആള് വിചാരണയ്ക്ക് റെഡിയാണ് എന്നാണ്. കുതിരട്ടത്ത് നിന്ന് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് മക്കളെ, വർഷങ്ങൾക്ക് മുന്നെയാണ്, 2 മക്കളെ കിടച്ചിലെറിഞ്ഞിട്ട് അമ്മയും ചാടി, പക്ഷെ 2 മക്കള് മരിച്ചുപോയി, രക്ഷപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കേട്ടിരുന്നു. യെസ്, ആ അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. കുതിരട്ടത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, അവരെ ജയിലിൽ കൊണ്ടുപോയിരുന്നു. അപ്പോ അതും ഇവര് വിചാരണക്ക് റെഡിയാണോ എന്നൊക്കെ സൈക്കോളജിസ്റ്റിന്റെ ലെറ്റർ വേണം. The court also frequently appoints a forensic psychologist to assess the state of mind to defendant at the time of the offense. The court is also frequently appoints a forensic psychologist to assess the state of mind. Defendant state of mind എന്താണ് ഡിഫൻസിന്റെ സമയത്ത്, കൃത്യം ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനത് പറയും, ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. ആ ഒരിക്കലും കുട്ടികളെ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ല, ജീവിക്കാൻ നിവൃത്തിയില്ലായിട്ടാണ്. ഇപ്പൊ ഈ അമ്മയുടെ കാര്യം തന്നെ ആലോചിച്ചത്, വീട്ടുകാരുടെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് അവർ ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് മുന്നേ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഭാര്യ എന്നോട് പറഞ്ഞത്, എന്നോട് വിളിച്ചാൽ പറഞ്ഞാൽ എനിക്കൊരു സെഷൻ വേണം, പക്ഷെ എനിക്ക് കാശൊന്നും തരാനുണ്ട്, മാം എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, താൻ കാശൊക്കെ തരണ്ട്, താൻ എന്നോട് സംസാരിക്കാൻ ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ള സമയത്ത് സംസാരിച്ചത് പുള്ളിക്കാരി പറഞ്ഞു തന്നിട്ട്, മാം എനിക്ക് 2 മക്കളാണ്, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, അവര് പട്ടേ എന്നോട് സ്നേഹമില്ല, കാണിച്ചപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അവർക്കൊരു വിലക്കാരിയെ പോലെയാണ്. ഇപ്പം റീസെന്റ് ആയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുകളും ബെഡ്റൂം രംഗങ്ങൾ, സെക്സ് ചെയ്യുന്ന രംഗങ്ങൾ ഞാൻ കാണാനിടയുണ്ടായി. അതിന്റെ റെക്കോർഡിങ്സ്, വീഡിയോ ഒക്കെ കാണാനുണ്ടായി. ഇത് കണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ മക്കളെയും കൊണ്ട് തിരിച്ചുപോയി. നേരം എന്റെ സ്വന്തം മദർ എന്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ എന്റെ മകന്റെ ചെലവിലാണ് ജീവിക്കുന്നത്, നീ അവരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. നിസ്സഹായാവസ്ഥയുടെ പീക്ക് സാധനങ്ങളാണ് ഇതില്. ആ സ്ത്രീയുടെ അമ്മയെ പോലും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ആ സ്ത്രീയുടെ അമ്മ ജീവിക്കുന്നത് ഈ ബ്രദറിന്റെ ചെലവിലാണ്. ഇതൊക്കെ എങ്ങനെ ഈ മകളെയും മകളുടെ 2 മക്കളെ ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും? നിസ്സഹായാവസ്ഥയുടെ ആ ഒരു ഹൈറാർക്കിയാണ് ഞാൻ കാണിക്കുന്നത്.
ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ആത്മഹത്യകൾ വരുന്നത്. അപ്പോ എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കണം. നാളെ നിങ്ങൾക്ക് ഒരു ക്രൈസിസ് വരുന്നു. അല്ലാണ്ട് ഈ ആത്മഹത്യ മക്കളെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, സ്വയം എഴുതാനൊക്കെ ശ്രമിക്കുന്നത് നിസ്സഹായത. കാരണം ആ സ്ത്രീ തയ്യൽ ജോലിയൊക്കെ എടുത്ത് വാടകയ്ക്ക് വീടെടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. നമ്മൾ അവരെ വേഗം ഉള്ള ഇച്ചിരി ഗോൾഡൊക്കെ കൊടുത്ത് വാടക വീട്ടിലേക്ക് പോകാനും, അവിടെ ആ സ്ത്രീ തയ്ക്കുന്ന ഒരാളായിരുന്നു, അപ്പൊ തയ്യലിലേക്ക് ഇറക്കി വിടാനും ഒക്കെയാണ് നോക്കിയത്. ഇതാണ് നിസ്സഹായാവസ്ഥയുടെ പീക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും അതാണ് ഞാൻ പറഞ്ഞത്, മാനസികാവസ്ഥ എന്തായിരുന്നു വിചാരിക്കുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് വെറും കേസ് കേൾക്കാൻ നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് വരും. അനുഭവങ്ങളാണ് നമ്മളെന്ന വ്യക്തിനെ കൂടെ കുറെ സ്ട്രോങ് ആക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ടുണ്ട് സൈക്കോളജി. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാളെ സമാനമായിട്ട് പ്രശ്നം വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് ആ പേഷ്യന്റിനെ നിർത്താൻ വേണ്ടി നമ്മൾ ഈ അനുഭവങ്ങൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ദിസ് ഇസ് റെഫർ ടു ആസ്, അതായത് നമ്മൾ രണ്ട് കാര്യമാണ്. ഒന്ന്, അവർ വിചാരണക്ക് റെഡി ആണെന്ന് ഫോറൻസിക് സൈക്കോളജിസ്റ്റുമാർ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒഫൻസ് ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അമ്മ കുഞ്ഞുങ്ങളെ അമ്മയും ചാടിയതാണ്, പക്ഷെ കുഞ്ഞുങ്ങളെ രണ്ടാളും പോയി. ആ സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥ എന്തായാലും ഒരുപാട് ഈ ഭർത്തൃ വീട്ടില് എനിക്ക് എപ്പോഴും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. ഈ ഭർത്തൃ വീട്ടിലെ പീഡനം മൂലം കുട്ടികൾ ആത്മഹത്യ ശ്രമിച്ച് ഈ സ്വന്തം വീട്ടുകാർ കിടന്ന് കരഞ്ഞു പെടുകാറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ എന്റെ മോളെ എന്നെ വിളിച്ചു പറഞ്ഞൊന്ന് പീഡിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് അവനെ നിർത്തി ചാവേണ്ടി വന്നു നിങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കാൻ. നിസ്സഹായാവസ്ഥയുടെ പീക്കാണത്. നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് കോമൺ ആയിട്ട് പറയുന്ന ഡയലോഗാണ്, ഭർത്താവിന്റെ വീടാണ് എന്ത് സഹിച്ചു നിൽക്കണം എന്നുള്ളത്. ഇനിയുള്ള തലമുറയിൽ നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അവർക്ക് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുത്താൻ മാത്രമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ അത്ര പ്രാവീണ്യമില്ല, അവർക്ക് സ്കില്ല് ഉണ്ടാവും. ചിലപ്പോൾ അത് കുക്കിങ്ങിലായിരിക്കും, ബേക്കിങ്ങിലായിരിക്കും, തയ്യലായിരിക്കും. അത് വളർത്തി അവരെ കൊണ്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആക്കുക. അതിനുശേഷം അവരോട് പറയണം, ഈ ഒരു റൂം നിനക്കുള്ളതാണ്. നിങ്ങൾ ആൺകുട്ടികൾക്കല്ല, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഒരു റൂം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ എന്റെ കൂടെ എന്ന് പറയാം. അതിനുശേഷം മാത്രം വിവാഹത്തെ പറ്റി ആലോചിക്കാം. അപ്പോ ആ കുട്ടികൾക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കണ്ട ആത്മഹത്യകൾ, ഭർത്തൃ വീട്ടിലെ പീഡനം ഒക്കെ നമ്മുടെ മക്കള് സഹിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കല്യാണം സർവേ എടുത്തത് പെൺകുട്ടികൾക്ക് കല്യാണം ചെയ്തിട്ട് താല്പര്യമില്ല? ഞാൻ ചോദിക്കുന്ന ഈ ബാധ്യത ഏറ്റെടുക്കുക. കാരണം കൂലി കൊടുക്കാത്ത ഒരു വേലക്കാരിയായിട്ട് ഇക്കൂട്ടത്തിലില്ലേ? ഇക്കൂട്ടത്തിൽ നമ്മുടെ ഈ ക്ലാസ് പറയുന്നത് വേണ്ട, ഇക്കൂട്ടത്തിലില്ലേ കൂലി കൊടുക്കാത്ത വേലക്കാരികളായി സ്വന്തം ഭർത്താവിനെ കിട്ടുന്നിട്ട്? എന്തുകൊണ്ട്? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലേ? അപ്പൊ ഇനിയുള്ള തലമുറ അങ്ങനെ ആകരുത്. എപ്പോഴും നിങ്ങൾ ഈ ഭർത്തൃ വീട്ടിലെ പീഡനം പോലും ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ കേസസ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് പോയൊക്കെ മതി. അവരുടെ പാരന്റ്സ് പറയുന്ന സമയത്ത് പറഞ്ഞിരിക്കും, ഇതൊക്കെ വിളിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞു മതിയായിട്ട് ആക്ഷൻ എടുത്തില്ല? പലരും 2-3 ഇപ്പോഴും ഞാനൊരു കേസ് പറഞ്ഞ സമയത്തും പറയുന്നുണ്ട്, 3 മക്കളില്ലേ, 3 മക്കളുണ്ടെന്ന് വെച്ച് പീഡനം സഹിക്കണമെന്നാണോ? We have to be a little strong. Self respect കീപ്പ് ചെയ്യാൻ എപ്പോഴും നമ്മളെ കൊണ്ട്. ഓക്കെ, അപ്പൊ this is referred to as an evaluation of defendant's sanity or insanity. കണ്ടോ, ഇൻസെയിൻ ആണോ, അതായത് നിരപരാധിയാണോ അപരാധിയാണോ എന്ന് പറയാൻ വേണ്ടി, which relates to criminal responsibility at the time of offense. ഒഫൻസിന്റെ ടൈമില് എന്താണ്, അതായത് മനഃപൂർവ്വമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വിചാരിച്ച് ചെയ്തതാണോ, സാഹചര്യത്തിൽ സമ്മർദ്ദം മൂലം ചെയ്തതാണോ? സൈക്കോളജിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു പറ്റും. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് there are not primarily psychological questions but rather legal one. ഒരിക്കലും പോയിട്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റോട് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുക, ലീഗൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് must be able to translate psychological information to legal framework. അപ്പൊ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എപ്പോഴും എന്താണ്, സൈക്കോളജിക്കൽ ഇൻഫോർമേഷൻ ലീഗൽ ഫ്രെയിംവർക്കിലേക്ക് ആക്കിയിട്ടാണ് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തത് 5 പാരഗ്രാഫ് നേച്ചർ ആൻഡ് സ്കോപ്പ്. ഇത്രയൊന്നും എഴുതാനില്ല കേട്ടോ, ഞാനിത് നേച്ചർ ആൻഡ് സ്കോപ്പ്
ടെക്സ്റ്റ് ബുക്കിലുള്ള ഫുള്ളും പറഞ്ഞു തരാൻ ടോപ്പിക് ആണ്. അപ്പൊ ഫോറൻസിക് വേർഡ് എന്ന വാക്ക് എവിടെ നിന്ന് അതിന്റെ ഒരു ചെറിയ ഫോറൻസിക് സൈക്കോളജിസ്റ്റും ഫോറൻസിക് സയന്റിസ്റ്റുമായിട്ടുള്ള ഡിഫറൻസ് ആണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഡെഫിനിഷൻ ആണ് നോക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ് ശരിക്കും ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, ഏതൊക്കെ മേഖലയിലുള്ളവർക്ക് ഫോറൻസിക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാമെന്നുള്ളതാണെങ്കിൽ നാലാമത്തെ പാരഗ്രാഫിൽ വീണ്ടും ഈ ഫോറൻസിക് സൈക്കോളജി ലോയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അറിയണം എന്ന് പറഞ്ഞു. പിന്നെ കോടതിയിൽ എന്തൊക്കെയാണ് ഇയാള് ട്രയൽ വിചാരണയ്ക്ക് മാനസികമായിട്ട് റെഡിയാണോ, അതായത് ഒഫൻസ് ചെയ്യുന്ന സമയത്തും ഇയാള് വേണം സെയിം ഇൻസെയിം, അതായത് വേണമെന്ന് കൂടി കരുതിക്കാൻ സാഹചര്യം സമ്മർദ്ദം മൂലമാണ്. അതൊക്കെ സൈക്കോളജിക്കൽ ഭാഷയിൽ എല്ലാ കോർട്ടിൽ പറയുന്നത്. പകരം ഏത് ഭാഷയിലാണ്? ലീഗൽ ഫ്രെയിംവർക്കിലാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇന്ന് എത്രയും മതി. ഫസ്റ്റ് ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡെപ്തിൽ തന്നെ പോകാനാണ് വിചാരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പോവാം. പക്ഷെ നേച്ചർ ആൻഡ് സ്കോപ്പ് എക്സാമിന് എഴുതുന്ന സമയത്ത് 10 മാർക്കിന് എത്ര എഴുതണം എന്ന് നാളെ ഞാൻ കൈപ്പടയിൽ എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഓക്കെ ആണ്? മാം ഒരു ഡൗട്ട് ചോദിക്കും. അത് അതായത് നമ്മളിപ്പോ ഈ ഡിസ്റ്റന്റ് ആയിട്ടാണല്ലോ ഇപ്പൊ ഈ ഡിഗ്രി ചെയ്യണേ. അപ്പൊ പി ജിക്ക് റെഗുലർ ആയിട്ട് ഈ നമ്മൾ എൻട്രൻസ് എഴുതിയാല് പറ്റുമോ? ഇല്ല, ഇപ്പോഴും എടുക്കുന്നുണ്ട്. ആണോ? ഒരു കുഴപ്പമില്ല. MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, സെൻട്രൽ എല്ലാ യൂണിവേഴ്സിറ്റി, ജാമ്യ മിലിയ ഇവിടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. നോ പ്രോബ്ലം. ഇഗ്നോ വാലിഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ധൈര്യമായിട്ട് എൻട്രൻസ് ട്രൈ ചെയ്യാം. എൻട്രൻസ് കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെൽക്കം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാരും ഓക്കെ ആണ്? ഇന്നത്തെ സെഷനൊക്കെ ഓക്കെ ആണ്? നമുക്ക് കുറെ കേസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം കേട്ടോ. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ വിളി അവിടെ സ്ട്രോങ് ആയിട്ട്. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നാളെയാണ് അവസാന ഫ്രീ ക്ലാസ്. നാളെ നമ്മൾ വീണ്ടും കാണാം. അത് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. Thank you, ma'am.